ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒത്തിരി കുട്ടികൾ ക്രാക്ക് ചെയ്യാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന IELTS എക്സാമിനെ പറ്റിയാണ്. എന്താണ് IELTS? IELTS സ്റ്റാൻഡ്സ് ഫോർ ഇന്റർനാഷണൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റിംഗ് സിസ്റ്റം. നിങ്ങൾക്ക് എത്ര നന്നായി ഇംഗ്ലീഷ് ലാംഗ്വേജ് അറിയാമെന്നും എത്ര എഫക്റ്റീവായി ഇംഗ്ലീഷിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുമെന്നും അസസ് ചെയ്യുന്ന ഒരു എക്സാമാണിത്. നമുക്കറിയാവുന്നതുപോലെ ഇതിൽ 4 മൊഡ്യൂൾസ് ആണുള്ളത്: റൈറ്റിംഗ്, റീഡിംഗ്, ലിസണിംഗ് ആൻഡ് സ്പീക്കിംഗ്. സാധാരണയായി റൈറ്റിംഗ്, റീഡിംഗ്, ലിസണിംഗ് സെയിം ഡേ ആയിരിക്കും എക്സാം. സ്പീക്കിംഗ് മറ്റൊരു ദിവസമായിരിക്കും. 2 ടൈപ്പ് IELTS എക്സാം ഉണ്ട്: അക്കാഡമിക് ആൻഡ് ജനറൽ. അക്കാഡമിക് എക്സാം യൂഷ്വലി എഴുതുന്നത് സ്റ്റഡി പർപ്പസിന് വേണ്ടിയാണ്. ജനറൽ എക്സാം മൈഗ്രേഷൻ ആൻഡ് വർക്ക് പർപ്പസിന് വേണ്ടിയിട്ടാണ് എഴുതുന്നത്. ഇതിൽ കുറച്ച് എക്സെപ്ഷൻസ് ഉണ്ട്. നിങ്ങൾ IELTS പഠിച്ചു തുടങ്ങുന്നതിന് മുമ്പ് ഏത് എക്സാമാണ് എഴുതേണ്ടതെന്ന് അന്വേഷിച്ച് തീരുമാനിക്കുക. കാരണം എക്സാം ക്വസ്റ്റ്യൻസിൽ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. നമുക്കിനി ഓരോ മൊഡ്യൂൾസിനെ പറ്റിയും നോക്കാം. ഫസ്റ്റ്, സ്പീക്കിംഗ് മൊഡ്യൂൾ. ഞാൻ പറഞ്ഞതുപോലെ റൈറ്റിംഗ്, റീഡിംഗ്, ലിസണിംഗ് നടക്കുന്ന സെയിം ഡേ ആയിരിക്കില്ല സ്പീക്കിംഗ്, അത് മറ്റൊരു ദിവസമായിരിക്കും. എക്സാമിനറുമായിട്ടുള്ള ഒരു ഫേസ് ടു ഫേസ് ഇന്റർവ്യൂ പോലെയാണ് സ്പീക്കിംഗ് എക്സാം അവർ നടത്തുന്നത്. ടോട്ടൽ എക്സാം 15 to 20 മിനിറ്റ്സ് ആയിരിക്കും. 3 പാർട്ടിലാണ് നമ്മളോട് ക്വസ്റ്റ്യൻസ് ചോദിക്കുക: പാർട്ട് 1, പാർട്ട് 2 ആൻഡ് പാർട്ട് 3. പാർട്ട് 1-ൽ നമ്മുടെ ഇൻട്രസ്റ്റ്, നമ്മുടെ ഹോബീസ്, നമ്മളെ പറ്റിയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുക. ആൻഡ് പാർട്ട് 2 ടോപ്പിക് തന്നിട്ട് ഒരു 3 to 4 മിനിറ്റ്സ് അതിനെപ്പറ്റി സംസാരിക്കാനായിരിക്കും. ആൻഡ് പാർട്ട് 3 കൂടുതൽ അബ്സ്ട്രാക്ട് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതായത് നമുക്ക് തന്ന ടോപ്പിക് റിലേറ്റഡ് ആയിട്ട് തന്നെ കുറച്ചധികം ചിന്തിച്ച് പറയാനുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും പാർട്ട് 3-ൽ. നെക്സ്റ്റ് മൊഡ്യൂൾ ഈസ് ലിസണിംഗ്. ലിസണിംഗ് മൊഡ്യൂളിൽ നമ്മൾ ഒരു ഓഡിയോ കേൾപ്പിക്കും. നമ്മുടെ ടാസ്ക് ഇതാണ്: നമുക്ക് കിട്ടിയിരിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് ആ ഓഡിയോയിൽ നിന്ന് ഐഡന്റിഫൈ ചെയ്ത് എഴുതണം. ക്വസ്റ്റ്യൻ പേപ്പറിൽ ബ്ലാങ്ക് സ്പേസസ് ഉണ്ടാകും. അവിടെയാണ് നമ്മൾ ആദ്യം ആൻസേഴ്സ് എഴുതേണ്ടത്. ടോട്ടൽ 30 മിനിറ്റ്സ് ആയിരിക്കും ഓഡിയോ. അതിനുശേഷം അവരൊരു എക്സ്ട്രാ 10 മിനിറ്റ്സ് തരും. നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിലെ ബ്ലാങ്ക് സ്പേസസിൽ എഴുതിയ ആൻസേഴ്സ് ഒരു ആൻസർ ഷീറ്റിലേക്ക് മാറ്റി എഴുതാൻ. നെക്സ്റ്റ് മൊഡ്യൂൾ ഈസ് റീഡിംഗ്. അക്കാഡമിക്കിലും ജനറലിലും റീഡിംഗ് കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. അക്കാഡമിക്കിൽ 3 പാസേജസ് ആയിരിക്കും നമുക്ക് റീഡിങ്ങിന് കിട്ടുന്നത്. ജനറലാണെങ്കിൽ 5 or 6 ചെറിയ പാസേജസ് കിട്ടും. ടോട്ടൽ ടൈം 60 മിനിറ്റ്സ് ആയിരിക്കും റീഡിങ്ങിനുള്ളത്. നമ്മുടെ ടാസ്ക് ഇതാണ്: പാസേജസ് വായിച്ച് അതിൻ്റെ താഴെ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് പാസേജസിൽ നിന്ന് ഐഡന്റിഫൈ ചെയ്യുക. ക്വസ്റ്റ്യൻ സാധാരണയായി ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, ട്രൂ ഓർ ഫോൾസ്, ഡയഗ്രാം ലേബലിംഗ്, മൾട്ടിപ്പിൾ ചോയ്സ്, ഇതൊക്കെ ആയിരിക്കും. ലാസ്റ്റ് മൊഡ്യൂളാണ് റൈറ്റിംഗ്. റൈറ്റിംഗിൽ 2 ടാസ്ക് ആയിരിക്കും ഉള്ളത്: ടാസ്ക് 1 ആൻഡ് ടാസ്ക് 2. ടാസ്ക് 1 അക്കാഡമിക്കിലും ജനറലിലും ഡിഫറെൻ്റ് ആണ്. ടാസ്ക് 2 സെയിം ആണ്. അക്കാഡമിക്കിൽ ടാസ്ക് 1-ൽ നമുക്ക് കിട്ടുന്നത് ഒരു ഗ്രാഫോ അല്ലെങ്കിൽ ഒരു ഇമേജോ ഡിസ്ക്രൈബ് ചെയ്ത് എഴുതാനായിരിക്കും. 20 മിനിറ്റ്സ് ആണ് അതിൻ്റെ ടൈം. ആ ടൈമിനുള്ളിൽ നമുക്ക് തന്നിരിക്കുന്നതിന് ഡിസ്ക്രൈബ് ചെയ്ത് എഴുതുക. ടാസ്ക് 2 എന്ന് പറയുന്നത് ഒരു എസ്സേ ആയിരിക്കും. നമുക്ക് ഒരു ടോപ്പിക് തന്നിരിക്കും, അതിനെപ്പറ്റി ഒരു എസ്സേ എഴുതുക. ജനറലിൽ ടാസ്ക് 1 ലെറ്റർ റൈറ്റിംഗ് ആയിരിക്കും. ഇൻഫോർമൽ, സെമി ഫോർമൽ ഓർ ഫോർമൽ ലെറ്റർ എഴുതാനായിരിക്കും. ടാസ്ക് 2 സെയിം എസ്സേ തന്നെയാണ്. ടോട്ടൽ 60 മിനിറ്റ്സ് ആണ്. ടാസ്ക് 1-ന് 20 മിനിറ്റ്സ് സ്പെൻഡ് ചെയ്യണം, ടാസ്ക് 2-ന് 40 മിനിറ്റ്സും. കാരണം മാർക്ക് വെയിറ്റേജ് കൂടുതൽ ടാസ്ക് 2-നാണ്. ഇതൊക്കെയാണ് IELTS-ലെ 4 മൊഡ്യൂൾസ്. ഓരോ മൊഡ്യൂളിനെ പറ്റിയും ഡീറ്റെയിൽ വീഡിയോ ചെയ്യണമെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.